ഇന്ന് ഞാനൊരു ഏത്തവാണിനെ പറ്റിയൊരു പാട്ട് പാടുകയാണ്. നിങ്ങളത് കേട്ട രസം തോന്നും. ഒരു ഏത്തവാഴ എന്ന് പറയുമ്പോൾ ഓണത്തിന് വെട്ടാവുന്ന രൂപത്തിലാണ് വാഴ വയ്ക്കുക. അതൊരു കർഷകനൊരു കണക്കൂട്ടുണ്ടോ 100 വാഴ വെച്ച് എത്ര കാശ് കിട്ടും. അപ്പോൾ ആ ഏത്തവാഴിനെ പറ്റിയൊരു പാട്ട് കേട്ടാൽ രസകരമായിരിക്കും, നിങ്ങൾ കേൾക്കുക. വാഴ നല്ല വാഴ ഏത്തവാഴ, കർഷകൻ്റെ ഒരു ആകത്തുക. വാഴ നല്ല വാഴ ഏത്തവാഴ, കർഷകൻ്റെ ഒരു ആകത്തുക. വാഴയിൽ നിന്നും നല്ല കുലകൾ കിട്ടും, മൂന്ന് കഴിക്കാൻ നല്ല ഇലയും കിട്ടും. ഏത്തവാഴ ഒരു തയ്യ് നട്ടാൽ 10 മാസം നല്ല കുലകൾ വെട്ടാം. 100 രൂപ മാത്രം ചെലവ് ചെയ്താലോ 1000 രൂപ വരെ ലാഭം കൊയ്യാം. വാഴ നല്ല വാഴ ഏത്തവാഴ, കർഷകൻ്റെ ഒരു ആകത്തുക. പ്രളയം വന്നാലോ കൊടുങ്കാറ്റ് വന്നാലോ ആയുസ് കുറഞ്ഞു പോകും വാഴകൾക്ക്. ചിങ്ങം പിറന്നാലോ പൊന്നു വീല, ചിങ്ങം കടിഞ്ഞാൽ പിന്നെ പ്രിയം കുറയും. മാവേലി മന്നനെ സ്വീകരിക്കാൻ മുൻനിരയിൽ തന്നെ ഏത്തക്കുലകൾ. വാഴ നല്ല വാഴ ഏത്തവാഴ, കർഷകൻ്റെ ഒരു ആകത്തുക. തമ്പ്രാന് നല്ലൊരു കുലവയ്ക്കണം, ക്ഷേത്രങ്ങളിൽ നല്ല കുല നൽകണം. കാണാനഴകുള്ള ചന്തത്തിൽ ചന്തമുള്ള ചന്ദന നിറമുള്ള പഴമാണിത്. ചിങ്ങമാസത്തിൽ നമ്മുടെ മാവേലി എത്തുമ്പോൾ ഏത്തപ്പഴം എല്ലാവർക്കും ഏറെ പ്രിയം. ഗൾഫ് രാജ്യങ്ങളിൽ എത്തിപ്പെട്ടാൽ കായൊന്നിന് 100 രൂപ വേണ്ടി വരും. വാഴ നല്ല വാഴ ഏത്തവാഴ, കർഷകൻ്റെ ഒരു ആകത്തുക. ഓണത്തിന് സദ്യ വിളമ്പിടുമ്പോൾ ഇലയുടെ ഇടം വശം പഴം നുറുക്ക്. 4 വറുത്തതും വട്ടം വറുത്തതും ശർക്കര പുരട്ടിയും മുൻനിരയിൽ. പഴം നുറുക്കില്ലെങ്കിൽ എന്തോ സദ്യ, സദ്യയ്ക്ക് ഒന്നാമൻ പഴം പ്രഥവൻ. പഴം നുറുക്കില്ലെങ്കിൽ എന്ത് സദ്യ, സദ്യയ്ക്ക് ഒന്നാമൻ പഴം പ്രഥവൻ. എല്ലാത്തിനും ഏത്തപ്പഴം മുൻനിരയിൽ, പക്ഷേ പൂജാതി കർമ്മങ്ങൾക്ക് തീരെ വേണ്ട. എല്ലാത്തിനും ഏത്തപ്പഴം മുൻനിരയിൽ തന്നെ, പൂജാതി കർമ്മങ്ങൾക്ക് തീരെ വേണ്ട. വാഴ നല്ല വാഴ ഏത്തവാഴ, കർഷകൻ്റെ ഒരു ആകത്തുക. എല്ലാത്തിനും ഏത്തപ്പഴം മുൻനിരയിൽ, പക്ഷേ പൂജാതി കർമ്മങ്ങൾക്ക് തീരെ വേണ്ട. താങ്ക് യു.